ഹലോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ആറ്റത്തിൻ്റെ ഘടന അഥവാ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററാണ്. അപ്പം നമുക്ക് ചുറ്റും വിവിധതരം പദാർത്ഥങ്ങളുണ്ട്. ഈ പദാർത്ഥങ്ങളെല്ലാം അതിൻ്റെ അതിസൂക്ഷ്മ കണികകളായ തന്മാത്രകൾ കൊണ്ട് നിർമ്മിതമാണ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ പദാർത്ഥത്തിൻ്റെ അതിസൂക്ഷ്മ കണിക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതും ആ പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളോടും കൂടിയ ഏറ്റവും ചെറിയ കണികകളെയാണ് നമ്മൾ പദാർത്ഥത്തിൻ്റെ അതിസൂക്ഷ്മ കണികകൾ, ടൈനി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഷുഗർ എടുക്കുകയാണെങ്കിൽ ഷുഗറിൻ്റെ ഒരു ക്രിസ്റ്റൽ, ഒരു തരി നമ്മൾ എടുക്കുകയാണ്. ആ തരിയെ പിന്നെയും നമുക്ക് പൊടിച്ച് നേർത്ത തരികളാക്കാൻ പറ്റും. ഇതിനെ മൈക്രോസ്കോപ്പിൽ കൂടി നമുക്ക് കാണാനും പറ്റും. ആ ഒരു ചെറിയ തരിയും പഞ്ചസാരയുടെ അതേ നിറവും ഗുണവും, രുചി, അതായത് മധുരം എന്നുള്ള രുചിയും കാണിക്കത്തില്ലേ? അപ്പോൾ ഇത്തരത്തിൽ പദാർത്ഥങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ കണികകളായ തന്മാത്രകൾ കൊണ്ടാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. എന്നാൽ ഈ തന്മാത്രകളാണോ ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണിക? അതറിയാനായിട്ട് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഡാൾട്ടൺസ് തിയറി ഓഫ് ആറ്റം, അല്ലെങ്കിൽ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തത്തിലെ കുറച്ച് മെയിൻ പോയിൻറ്റ്സ്, പ്രധാനപ്പെട്ട ആശയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഈസ് കാൾഡ് ആറ്റംസ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് തന്മാത്രകളായിട്ട് കാണുന്നത് ഒരു കൂട്ടം ആറ്റങ്ങളാണെന്നും ഈ തന്മാത്രകളെ പിന്നെയും വിഭജിച്ച് ഏറ്റവും ചെറിയ കണികയാക്കിയ ആറ്റങ്ങളാക്കി മാറ്റാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ആറ്റംസ് cannot be divided during chemical reactions. Atoms can neither be created nor be destroyed. അതായത് രാസപ്രവർത്തന വേളയിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് ആറ്റത്തെ ഒരിക്കലും വിഭജിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ആറ്റത്തെ ഒരിക്കലും നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്ത പോയിന്റ്, ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ് ആർ വിത്ത് ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ് സച്ച് ആസ് സൈസ്, മാസ്, എക്സെട്ര. അതായത് ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും ഒക്കെ എങ്ങനെയായിരിക്കും? സമാനമായിരിക്കും, ഒരുപോലെ ആയിരിക്കും. ഒരേ ആറ്റത്തിലെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചസാരയുടെ തന്നെ ഏതൊരു ആറ്റം എടുത്താലും പഞ്ചസാരയുടെ ഗുണങ്ങളെല്ലാം കാണിക്കില്ലേ? അതേപോലെ ഒരു മൂലകത്തിൻ്റെ ഏതൊരു ആറ്റം എടുത്താലും എന്തായിരിക്കും? ആ മൂലകത്തിൻ്റെ ഗുണങ്ങളെല്ലാം ആ ആറ്റം കാണിക്കും. അടുത്ത പോയിന്റ് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. Atoms of different elements are with different properties such as size, mass, etc. അതായത് വ്യത്യസ്ത മൂലക ആറ്റങ്ങൾക്ക് വ്യത്യസ്ത ഗുണങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ആറ്റം ഈസ് ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് അപ്പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റങ്ങൾ. ആറ്റമാണ് ഒരു പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മൂലകത്തിൻ്റെ ഏറ്റവും ചെറിയ കണിക എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയും എന്തായിരിക്കും? ആറ്റങ്ങളായിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ കമ്പൈനിങ് 2 or more ആറ്റംസ് ഇൻ ഫിക്സഡ് റേഷ്യോ. അതായത് 2 or അതിലധികമോ ആറ്റങ്ങൾ ലളിതമായ ഒരു റേഷ്യോയിൽ ചേർന്നിട്ടായിരിക്കും എന്തുണ്ടാകുന്നത്? കോമ്പൗണ്ട്സ് അഥവാ സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ഇത്രയും പോയിന്റ്സാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹം ഇത് യുക്തിപരമായിട്ടാണ് വാദിച്ചത്. പരീക്ഷണങ്ങളിലൂടെ വാദിക്കാനല്ല നോക്കിയത്, യുക്തിപരമായിട്ട് ആശയങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നു. ഇതിനെ തുടർന്ന് ഒരുപാടധികം ശാസ്ത്രജ്ഞന്മാർ ഇതിനെ പറ്റിയിട്ട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തൊരു രോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് ഡാൾട്ടനിസം എന്നാണ് ആ രോഗം അറിയപ്പെടുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഇപ്പോൾ ഒരു സ്കെയിലെടുത്ത് എണ്ണമയമില്ലാത്ത മുടിയിൽ തമ്മിൽ ഉരസിയിട്ട് ചെറിയ പേപ്പർ കഷ്ണത്തിൽ വെച്ച് കൊടുത്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയും. ആ സ്കെയിലിൽ പേപ്പർ കഷ്ണങ്ങൾ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ആറ്റങ്ങളാണ് ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ആറ്റത്തിലും ചെറിയ പാർട്ടിക്കിൾസ് എന്തെങ്കിലും അവിടെ ഉണ്ടോ, അവ തമ്മിൽ എന്തെങ്കിലും ആകർഷണമുണ്ടോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് അറൈസ് ചെയ്യുകയും പിന്നീട് ഇതിൻ്റെയൊക്കെ ഉത്തരം നമുക്ക് ലഭിക്കത്തക്ക രീതിയിൽ
പിന്നീട് തുടർന്ന് കുറേ അധികം ശാസ്ത്രജ്ഞന്മാർ ഇതിനെ പറ്റിയിട്ട് സ്റ്റഡീസ് നടത്തുകയും ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കുകയും ചെയ്തു. ആ പരീക്ഷണങ്ങളും അവയുടെ ഫലങ്ങളും ഒക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കുറച്ചധികം സയൻറ്റിസ്റ്റുമാരും അവരുടെ കണ്ടുപിടുത്തങ്ങളും ഉണ്ട്. എല്ലാ സയൻറ്റിസ്റ്റിൻ്റെ പേരും അവർ പ്രധാനമായിട്ട് എന്താണ് കണ്ടുപിടിച്ചത് എന്ന് അറിഞ്ഞിരിക്കണം. മാച്ച് ദ ഫോളോയിങ്, ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ഒക്കെ സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. ഫസ്റ്റ്, സർ ഹംഫ്രി ഡേവി 1778 to 1829. അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം. He understood the presence of electric charges in substance. He established two types of charges, that is positive charge and negative charge, and is used in electrical charges that enable a substance to react with another substance. എന്താണ് അദ്ദേഹം കണ്ടുപിടിച്ചത്? സർ ഹംഫ്രി ഡേവി കണ്ടുപിടിച്ചത് ഒരു സബ്സ്റ്റൻസിൽ ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രസൻസ് ഉണ്ട്. അതായത് 2 തരം ചാർജസ് ഒരു സബ്സ്റ്റൻസിലുണ്ട്, ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും. അപ്പോൾ ഇത്തരത്തിൽ ചാർജുള്ള വസ്തുക്കളുടെ പ്രസൻസ് ആയിരിക്കാം. എന്തിന് കാരണം എന്ന് പറഞ്ഞു അദ്ദേഹം? ഒരു സബ്സ്റ്റൻസ് വേറൊന്നുമായിട്ട്, ഒരു പദാർത്ഥം വേറൊന്നുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ കാരണം ഇത്തരത്തിൽ ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആ സബ്സ്റ്റൻസിൽ ഉള്ളത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നെക്സ്റ്റ്, മൈക്കൽ ഫാരഡേ 1791 to മൈക്കൽ ഫാരഡേ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡേ ആണ്. അദ്ദേഹം മെയിനായിട്ട് കണ്ടുപിടിച്ചത്, അദ്ദേഹം പറഞ്ഞു വെച്ചത്, ഹി ഫൗണ്ടഡ് ദാറ്റ് ഇലക്ട്രിസിറ്റി ക്യാൻ പാസസ് ത്രൂ എ ലിക്വിഡ്. It is found that some liquid substance can be separated by its components by passing electric current through electrolysis. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇലക്ട്രോളിസിസ് എന്ന പ്രക്രിയ വഴി ലിക്വിഡ്സിൽ കൂടി ഇലക്ട്രിസിറ്റി അഥവാ കറണ്ട് പാസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിലെ കമ്പോണൻസിനെ വേർതിരിക്കാമെന്നാണ് മൈക്കൽ ഫാരഡേ പറഞ്ഞത്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ പഠിച്ചിട്ടില്ലേ? ജലത്തിൽ കൂടി കറണ്ട് കടത്തിവിട്ട് എന്തൊക്കെയായിട്ട് മാറ്റുന്നു? ഹൈഡ്രജനും ഓക്സിജനുമാക്കി മാറ്റുന്നു. നെക്സ്റ്റ് സയൻറ്റിസ്റ്റ് ഹെൻറിച്ച് ഗ്ലേസർ. അദ്ദേഹം ഇൻവെൻറ്റ് ചെയ്തത്, പ്രധാനമായിട്ടും കണ്ടുപിടിച്ചത് ഡിസ്ചാർജ് ട്യൂബസ് അഥവാ വാക്വം ട്യൂബ്സ് ആണ്. അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിക്ക് എന്തിൽ കൂടി, ഗ്ലാസ്സിൽ കൂടിയും കടന്നു പോകാൻ കഴിയുമെന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കണം. നെക്സ്റ്റ് സയൻറ്റിസ്റ്റ് ജൂലിയസ് പ്ലക്കർ. അദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചത്? അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇലക്ട്രിക് കറണ്ട് പാസസ് ത്രൂ ഗ്ലാസ് അറ്റ് വെരി ലോ പ്രഷർ. ദിസ് ഈസ് നോൺ ആസ് ഇലക്ട്രിക് ഡിസ്ചാർജ്. എന്താണ് ഇലക്ട്രിക് ഡിസ്ചാർജ് എന്നാണ് അദ്ദേഹം മെയിനായിട്ടും പറഞ്ഞത്. നെക്സ്റ്റ്, വില്യം ക്രൂക്സ് 1832 to 1990. He modified the Glazer's discharge tube, which helped in clarification of nature of gases. He studied about cathode ray tube, and it led to the discovery of facts as atoms can be divided into minute subatomic particles, that is which is smaller than atoms. എന്താണ് പറഞ്ഞത്? വില്യം ക്രൂക്സ് ഗ്ലേസേഴ്സിൻ്റെ ഡിസ്ചാർജ് ട്യൂബിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ തന്നു. അദ്ദേഹം കണ്ടുപിടിച്ചതാണ് കാഥോഡ് റേ ട്യൂബ്. എന്നിട്ട് എന്തു പറഞ്ഞു വെച്ചു? ആറ്റത്തിനെക്കാട്ടിലും ചെറിയ പാർട്ടിക്കിൾസ് സബ്സ്റ്റൻസിലുണ്ട്, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. നെക്സ്റ്റ്, യൂഗൻ ഗോൾസ്റ്റീൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹമാണ് he is the scientist who discovered the presence of positively charged particles in substance. അദ്ദേഹം പോസിറ്റീവ്ലി ചാർജ്ഡ് സബ്സ്റ്റൻസ് ഉണ്ട്, ഇതിനെ ആനോഡ് റേസ് എന്ന് വിളിച്ചു. നേരത്തെ പറഞ്ഞത് വില്യം ക്രൂക്സ് എന്തായിരുന്നു പറഞ്ഞത്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്, അതിന് കാഥോഡ് റേസ് എന്ന് പറഞ്ഞു. കാഥോഡ് റേ ട്യൂബ് അദ്ദേഹമാണ് കണ്ടുപിടിച്ചതെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ, വില്യം റോജർ. അദ്ദേഹമാണ് എക്സ്റേസ് ഡിസ്കവർ ചെയ്തത്. നെക്സ്റ്റ്, ജെ തോംസൺ. അദ്ദേഹമാണ് ഈ കാഥോഡ് റേ ട്യൂബിനെ കുറിച്ചും ആനോഡ് റേ ട്യൂബിനെ കുറിച്ചുമൊക്കെ ക്ലിയർഡ് ആയിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ നൽകിയത്.
He proved that the rays originating from cathode are made up of negatively charged particles. He proved that these particles also have the masses and energy. It is the smaller part of atom. The negatively charged part in atom is known as electron. അദ്ദേഹമാണ് ആ നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള, അതായത് നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ, ആറ്റത്തിലുള്ള പാർട്ടിക്കിൾസിനെ ഇലക്ട്രോൺ എന്ന് വിളിച്ചത്. അപ്പോൾ ആറ്റത്തിനെക്കാട്ടിലും ചെറിയ പാർട്ടിക്കിൾസ് എല്ലാ സബ്സ്റ്റൻസിലും ഉണ്ട്. അത് രണ്ട് തരം ചാർജ് ഉള്ളതാവാം, പോസിറ്റീവും ആവാം നെഗറ്റീവും ആവാം. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ഇലക്ട്രോൺസ് എന്ന് വിളിച്ചത് ജെ തോംസൺ ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏണസ്റ്റ് റുദർഫോർഡിനെ പറ്റിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്ന് പറയുന്നത്, ആഫ്റ്റർ ഹിസ് എക്സ്പെരിമെൻറ്റ്സ് ഹി സസ്റ്റെയിൻഡ് ദാറ്റ് ദ മേജർ പോർഷൻ ഓഫ് ആറ്റം ഈസ് എംപ്റ്റി ആൻഡ് ദെയർ ഈസ് സ്മാളർ പാർട്ടിക്കിൾസ് ഇൻസൈഡ് ദ ആറ്റം വെയർ ഓൾ ദ പോസിറ്റീവ് ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ്. എന്താണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്? ആറ്റത്തിൻ്റെ മേജർ പോർഷനും ഭൂരിഭാഗവും എങ്ങനെയാണ്? എംപ്റ്റി ആണ്. അതുകൂടാതെ എന്തുവാണ്? ആറ്റത്തിനുള്ളിൽ ദെർ ഈസ് സ്മാൾ പാർട്ടിക്കിൾസ് ഇൻസൈഡ് ദ ആറ്റം. ആറ്റത്തിനുള്ളിൽ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട് ഇലക്ട്രോൺസിന് പുറമെ. അവ എങ്ങനെയാണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. ദ സെൻട്രൽ റീജിയൻ ഓഫ് ആറ്റം ഈസ് നോൺ ആസ് ന്യൂക്ലിയസ്. അപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ ഇങ്ങനെ ശൂന്യമായിട്ടുള്ള എംപ്റ്റി ആയിട്ടുള്ള ആറ്റത്തിൻ്റെ മേജർ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇതാണ് ആറ്റത്തിൻ്റെ സെൻട്രൽ റീജിയൻ എന്നും അദ്ദേഹം പറഞ്ഞു. ഇൻ 1911 scientific world recognized the presence of positively charged particles and hence they are known as protons. 1911 സയൻറ്റിഫിക് വേൾഡ് തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തു. എന്താണ്? ഇങ്ങനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്നും ഈ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെയാണ് എന്തെന്നും പറയുന്നത്? പ്രോട്ടോൺസ് എന്നും പറയുന്നതെന്നും കണ്ടുപിടിച്ചു. ഇറ്റ്സ് ചാർജ് ഈസ് ഫൗണ്ട് ടു ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഓഫ് ഇലക്ട്രോൺ. അതിൻ്റെ ചാർജ് എങ്ങനെയാണ്? ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ ഓപ്പോസിറ്റാണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, ഇപ്പോൾ പറഞ്ഞ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്. ആൻഡ് ഹി പ്രെഡിക്റ്റഡ് ദ ചാർജ്ലെസ് പാർട്ടിക്കിൾസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. അദ്ദേഹം പറഞ്ഞു ഇലക്ട്രോണിനും പ്രോട്ടോണിനും പുറമെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ചാർജ്ലെസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. തുടർന്ന് വന്ന ജെയിംസ് ചാഡ്വിക്ക് ഇങ്ങനെ ചാർജ്ലെസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ന്യൂട്രോൺ എന്ന് വിളിച്ചു. ഈ ചാർജ്ലെസ് പാർട്ടിക്കിൾസ്, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്തുള്ള ചാർജ്ലെസ് പാർട്ടിക്കിൾസ് ആണ് അപ്പോൾ എന്തെന്നറിയപ്പെടുന്നത്? ന്യൂട്രോൺസ് എന്നറിയപ്പെടുന്നത്. The total mass of an atom is concentrated in the nucleus because the particles of proton and neutron that possess mass are in the nucleus. എന്തുവാണ് ഇത്? ജെയിംസ് ചാഡ്വിക്ക് ആണ് പറഞ്ഞത് ആറ്റത്തിൻ്റെ കേന്ദ്രത്തിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിനകത്താണ് എന്തൊക്കെ കാണപ്പെടുന്നത്? ന്യൂട്രോൺസും പ്രോട്ടോൺസും കാണപ്പെടുന്നത്. പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺസിന് ചാർജില്ലാത്ത ചാർജ്ലെസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസാണ് ന്യൂട്രോൺ എന്നറിയപ്പെടുന്നത്. Atoms of all elements are made up of particles, namely electron, proton and neutron. എല്ലാ മൂലകങ്ങളുടെയും പാർട്ടിക്കിൾസ്, എല്ലാ മൂലകങ്ങളും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഈ 3 പാർട്ടിക്കിൾസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നും കണ്ടുപിടിച്ചു. ഇതിൽ നിന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആരെയൊക്കെ പരിചയപ്പെട്ടു? ആറ്റത്തിനുള്ളിലെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇവരെ 3 പേരെയും പരിചയപ്പെട്ടു. ഇലക്ട്രോണിന് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ന്യൂട്രോണിന് ചാർജേ ഇല്ല. ഇലക്ട്രോണിൻ്റെ മാസ് വെരി ലെസ്, ഇലക്ട്രോണിൻ്റെ മാസ് തീരെ കുറവാണ്. പ്രോട്ടോണിൻ്റെ മാസ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണ്. അതേപോലെ തന്നെയാണ് ന്യൂട്രോണിൻ്റെ മാസും ഹൈഡ്രജൻ്റെ മാസിന് തുല്യമാണ്. ഇനി ഇലക്ട്രോൺ എവിടെയാണ് കാണപ്പെടുന്നത്? ഇലക്ട്രോൺ സീൻ ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറമെയാണ് കാണപ്പെടുന്നത്, പുറത്താണ് കാണപ്പെടുന്നത്. പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ സീൻ ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനുള്ളിലാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും കാണപ്പെടുന്നത്.